ഹായ് ഫ്രണ്ട്സ്, ക്യാപ്സ്യൂൾ ഷോർട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഇന്റർനെറ്റുമായിട്ടും സ്വാഭാവികമായിട്ടും ചില ഡിഫറൻസുകൾ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 2 നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് 90കളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വലിയ ഒരു റെവല്യൂഷൻ ആയിരുന്നു. എന്തിനു വേണ്ടിയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഡാറ്റ ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യാനോ നമുക്ക് വളരെ ഈസി ആക്കാനും ലൈഫ് കൂടുതൽ ഈസി ആക്കാനും വേണ്ടിയാണ് ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും ഒരു ഡാറ്റ എങ്ങനെ കൈമാറ്റം ചെയ്യേണ്ടതായി വന്നു? ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് വഴിയാണ് ഒരു സെൻട്രലൈസ്ഡ് സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്തു. അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്ത ഡാറ്റ നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ അത് വെബ്സൈറ്റ് വഴിയാണ് സംഭവിച്ചത്. ഇതിനെ നമുക്കൊരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാം. സെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അഡ്മിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിടത്താണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരിടത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒന്ന്, അതിന്റെ അഡ്മിനോ ഹോസ്റ്റോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാം. മാത്രമല്ല, ഒരു ഹാക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയിൽ അവർക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട വ്യക്തി നമ്മൾ ഹാക്കർ എന്ന് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. എനിവേ, ഈ ഹാക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ എന്ത് മാറ്റവും വ്യത്യാസവും ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പോയി ഗൂഗിളിൽ ഇഷ്ടമുള്ള ഒരു കാര്യം സെർച്ച് ചെയ്യാം. നല്ലൊരു മൊബൈൽ ഫോണിനെ കുറിച്ച് ആയിക്കോട്ടെ. ആ മൊബൈൽ ഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്തു, എല്ലാം കഴിഞ്ഞു, 4-5 മിനിറ്റ് കഴിഞ്ഞു നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. അവിടെ എന്താണുള്ളത്? നിങ്ങൾ നേരത്തെ സെർച്ച് ചെയ്ത മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള പരസ്യം വന്നു കഴിഞ്ഞു. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും ഈ മൊബൈൽ ഫോൺ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സത്യസന്ധമായ കാര്യമാണ്. സോ ഈ ഒരു ഹാക്കിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ പ്രൈവസിക്ക് യാതൊരു വിലയില്ലാത്ത ഒരു ഇഷ്യൂവിൽ നിന്നും വെളിയിൽ കടക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണ്ടുപിടിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ച സെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ നിന്നും ഇത് വ്യത്യസ്തമായിരിക്കണം, അല്ലെ? അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻ വെരി സിമ്പിൾ സെൻസ്, ഒരിടത്ത് ഒരു ഡാറ്റ വെച്ചിട്ടുണ്ട്. ആ ഡാറ്റ ഒരു ഹാക്കർ വിചാരിച്ചാൽ അത് പെട്ടെന്ന് ഓൾട്ടർ ചെയ്യാം. ഇതേ ഡാറ്റ ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിൽ ഒരേപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാക്കർ വന്ന് ഒരു സെക്കൻഡിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരിടം ഹാക്ക് ചെയ്യാം, രണ്ടിടം ഹാക്ക് ചെയ്യാം, ലക്ഷക്കണക്കിന് ഇടങ്ങൾ ഒരേപോലെ ഹാക്ക് ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ബേസിസ്. ഇന്റർനെറ്റിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർനെറ്റ് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ ഒരു ഡാറ്റ ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്നതിന് പകരം ലക്ഷക്കണക്കിന് ഇടങ്ങളിൽ ഒരേപോലെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡിലീറ്റ് ആൻഡ് ഹാക്ക് ദ ഡാറ്റ എന്നാണ് പറയുന്നത്. സോ അടുത്ത വരുന്ന സീരീസുകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് ചെയിൻ ആൻഡ് ഇന്റർനെറ്റ് ഇന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.